സമ്മേറ്റീവ് അസസ്മെന്റ് ടു 2025-26 ഇംഗ്ലീഷ് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മക്കൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഫസ്റ്റ് ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ലിസൺ ആൻഡ് ആൻസർ. താഴെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. എന്തായിരുന്നു ആ സ്റ്റോറി? ടീച്ചർ എന്തായിരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടാവുക? നമുക്ക് പറഞ്ഞ ആ സ്റ്റോറി ഒന്ന് കേട്ടാലോ? ഓക്കെ. ദ കിറ്റൺ ആൻഡ് ദ ചിക്ക് വെയർ ഗുഡ് ഫ്രണ്ട്സ്. കിറ്റണും ചിക്കും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ. വൺ ഡേ ദേ വെന്റ് ടു എ ഗാർഡൻ. അവരെങ്ങോട്ട് പോയി? ഒരു ദിവസം ഗാർഡനിൽ പോയി. കം ലെറ്റ്സ് പ്ലേ സെഡ് ദ കിറ്റൺ. കിറ്റൺ എന്താ പറഞ്ഞേ? വരൂ നമുക്ക് കളിക്കാം. ദേ റാൻ അറൗണ്ട് ദ ഗാർഡൻ. അവരെന്താണ് ഗാർഡന് ചുറ്റും ഓടി. ലുക്ക് there is a butterfly said the chick. പെട്ടെന്ന് തന്നെ ചിക്ക് എന്ത് പറഞ്ഞു? നോക്കൂ, അവിടെ അതാ ഒരു ബട്ടർഫ്ലൈ. ദ ബട്ടർഫ്ലൈ വാസ് ഫ്ലൈയിങ് ഓവർ ദ ഫ്ലവേഴ്സ്. ബട്ടർഫ്ലൈ എന്താണ്? ഫ്ലവറിന്റെ മേലേക്കോടെ ഇങ്ങനെ പറക്കുകയാണ് അല്ലേ. ലെറ്റ്സ് ക്യാച്ച് ഇറ്റ് സെഡ് ദ കിറ്റൺ. കിറ്റൺ എന്താ പറഞ്ഞത്? അതിനെ പിടിക്കാം. ദേ റാൻ ആഫ്റ്റർ ദ ബട്ടർഫ്ലൈ. അവരെന്ത് ചെയ്തു? ബട്ടർഫ്ലൈയുടെ പിറകെ ഓടി. സഡൻലി ദ ചിക്ക് ഫെൽ ഇൻ ടു സ്മോൾ പിറ്റ്. പെട്ടെന്ന് തന്നെ ചിക്ക് എന്ത് ചെയ്തു? വീണു. ഒരു സ്മോൾ പിറ്റിലേക്ക് വീണു. അയ്യോ, ഹെൽപ്പ് മീ ഹെൽപ്പ് മീ ക്രൈഡ് ദ ചിക്ക്. എന്നെ സഹായിക്കൂ എന്നെ സഹായിക്കൂ എന്നും പറഞ്ഞിട്ട് ചിക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. ദ കിറ്റൺ ക്വിക്ലി ജംപ്ഡ് ഇൻ ടു ദ പിറ്റ്. കിറ്റൺ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ പിറ്റിൻ്റെ ഉള്ളിലേക്ക് ചാടി. ക്ലൈംബ് ഓൺ മൈ ബാഗ്. എന്നിട്ട് എന്താ പറഞ്ഞേ? എൻ്റെ പുറത്തേക്ക് ചാടി കയറൂ സെഡ് ദ കിറ്റൺ. കിറ്റൺ പറഞ്ഞു. ദ ചിക്ക് ക്ലൈംബ് ഓൺ ദ കിറ്റൺസ് ബാക്ക്. പെട്ടെന്ന് തന്നെ കിറ്റണിൻ്റെ ബാക്കിൽ ചിക്ക് കയറി. ദ കിറ്റൺ കെയിം ഔട്ട് ഓഫ് ദ പിറ്റ്. അവര് പിറ്റിന് പുറത്ത് എത്തി. ആർ യു ഓക്കെ ആസ്ക്ഡ് ദ കിറ്റൺ. കിറ്റൺ ചോദിച്ചു, നീ ഓക്കെ ആണോ എന്ന് ചിക്കിനോട് ചോദിച്ചു. യെസ് മൈ ഡിയർ ഫ്രണ്ട് യു സേവ് മീ സെഡ് ദ ചിക്ക്. ചിക്ക് എന്ത് പറഞ്ഞു? നീ എന്നെ രക്ഷിച്ചു, ഞാൻ ഓക്കെയാണ് മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് അപ്പോൾ സ്റ്റോറി. ഇനി ഈ സ്റ്റോറി ബേസ് ചെയ്ത് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾ ആ ക്വസ്റ്റ്യന് ഉത്തരം എഴുതാണ് വേണ്ടത് കേട്ടോ. ദ കിറ്റൺ ആൻഡ് ദ ചിക്ക് റാൻ അറൗണ്ട്. കിറ്റണും ചിക്കും എന്തിൻ്റെ ചുറ്റുമാണ് ഓടിയത്? ഹൗസ്, പിറ്റ്, ഗാർഡൻ, പ്ലേ ഗ്രൗണ്ട്. എവിടെയാണ്? ഗാർഡന് ചുറ്റുമാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം എന്താണ്? ഗാർഡൻ. സി ആണ്, ഓപ്ഷൻ സി ആണ് നിങ്ങൾ എഴുതേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദേ സോ എ ഡാഷ് ഇൻ ദ ഗാർഡൻ. അവർ ഗാർഡനിൽ ആരെയാണ് കണ്ടത്? ബട്ടർഫ്ലൈ. അപ്പം നിങ്ങൾ എന്ത് എഴുതണം അവിടെ? ബട്ടർഫ്ലൈ എന്ന് ആൻസർ എഴുതണം. ബട്ടർഫ്ലൈ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഫെൽ ഇൻ ടു ദ പിറ്റ്. ആരാണ് പിറ്റിലേക്ക് പോയത്? ആരായിരുന്നു പോയത്? ദ ചിക്ക്. ആരാണ്? ചിക്ക് അല്ലേ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ചിക്ക് കം ഔട്ട് ഓഫ് ദ പിറ്റ്. എങ്ങനെയാ പുറത്തേക്ക് വന്നത്? പിറ്റിന്റെ പുറത്തേക്ക് എങ്ങനെയാ വന്നത് ചിക്ക്? ദ കിറ്റൺ സേവ് ദ ചിക്ക്. കിറ്റൺ ആണ് ആരെ സേവ് ചെയ്ത് കൊണ്ടുവന്നത്? ചിക്കനെ സേവ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ദ സ്റ്റോറി ഈസ് അബൌട്ട് ഡാഷ്. ഈ സ്റ്റോറി എന്തിനെ കുറിച്ചുള്ളതാണ്? ഫ്ലവേഴ്സിനെ കുറിച്ചാണോ? ബട്ടർഫ്ലൈ ആണോ? ഫ്രണ്ട്ഷിപ്പ് ആണോ? ഗാർഡൻ ആണോ? ഫ്രണ്ട്ഷിപ്പ് അല്ലേ. ചിക്കിൻ്റെയും കിറ്റൻ്റെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ളതാണ് അല്ലേ. അപ്പോൾ സി ആണ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. നോക്കൂ, റീഡ് ആൻഡ് ആൻസർ. മീര ആൻഡ് ദ ക്രോ. മീരയും കാക്കയും അല്ലേ. വൺ സണ്ണി ആഫ്റ്റർനൂൺ മീര വാസ് സ്റ്റാൻഡിങ് നിയർ ഹെർ ഹൗസ്. എന്താണ്? ഒരു ദിവസം ഉച്ചയ്ക്ക് എന്താണ്? മീര അവളുടെ വീടിനടുത്ത് നിൽക്കുകയായിരുന്നു. ഷീ സോ ഈറ്റിംഗ് എ പീസ് ഓഫ് കേക്ക്. അവൾ എന്ത് കഴിക്കുന്നുണ്ടായിരുന്നു? ഒരു കേക്ക് കഴിക്കുകയായിരുന്നു. ദ കേക്ക് വാസ് സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി. കേക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിരുന്നു. സഡൻലി എ ക്രോ ഫ്ലൂ ഡൗൺ ആൻഡ് സ്നാച്ച്ഡ് ദ കേക്ക് ഫ്രം ഹെർ ഹാൻഡ്. പെട്ടെന്ന് തന്നെ ഒരു കാക്ക വന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ കേക്കൊക്കെ എടുത്തോണ്ട് പോയി. മീര വാസ് ഷോക്ക്ഡ്. മീര പെട്ടെന്ന് ഷോക്കായി. ഓ നോ
മൈ കേക്ക് ഷീ ക്രൈഡ് ലൗലി. അവള് പറഞ്ഞു അയ്യോ എൻ്റെ കേക്ക് എന്ന് പറഞ്ഞു ഉറക്കെ കരയാൻ തുടങ്ങി. മീര ഫെൽറ്റ് വെരി സാഡ് ആൻഡ് ആംഗ്രി. അവൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. യു നോട്ടി ക്രോ, നീ നോട്ടി ആയിട്ടുള്ള ക്രോയാണ്. ഷീ സെഡ്. ഷീ പിക്ക് അപ്പ് എ സ്റ്റോൺ. ഐ വിൽ ത്രോ ഡൗൺ യുവർ നെസ്റ്റ്, ഷീ സെഡ് ആംഗ്രിലി. അവള് വേഗം തന്നെ ഒരു സ്റ്റോൺ എടുത്ത് താഴേന്ന് സ്റ്റോൺ എടുത്തിട്ട് പറഞ്ഞു എന്താണ് ഞാൻ നിന്റെ കൂട് നെസ്റ്റ് ഞാൻ താഴേക്ക് എറിഞ്ഞിടും. അവള് ദേഷ്യത്തോടെ പറഞ്ഞു. മീര ലുക്ക് അറൌണ്ട് ഫൗണ്ട് ദ ക്രോസ് നെസ്റ്റ് ഓൺ എ ട്രീ. അവൾ ചുറ്റും നോക്കി എവിടെയാണ് ഈ ക്രോയുടെ നെസ്റ്റ് എന്ന്. ഷീ സോ ദ ക്രോ ഇൻ ദ നെസ്റ്റ്. അവള് നെസ്റ്റിൽ ക്രോ ഇരിക്കുന്ന കണ്ടു. ദ ക്രോ വാസ് ഫീഡിങ് ഹെർ ചിക്സ് വിത്ത് കേക്ക്. അപ്പോൾ എന്താ കണ്ടത്? ആ ക്രോ അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ചിക്സിന് കേക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടു. ദ ചിക്സ് വെയർ കോയിങ് ഹാപ്പിലി ആൻഡ് ഫ്ലാപ്പിംഗ് ദെയർ ലിറ്റിൽ വിങ്സ്. ആ കുഞ്ഞു ചിക്സ് അല്ലേ സന്തോഷം കൊണ്ട് അതിന്റെ ഇങ്ങനെ വിങ്സ് ചിറകൊക്കെ ഇട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. മീര വാച്ച്ഡ് ദം ക്വയറ്റ്ലി. ദ ചിക്സ് ആർ സോ ഹാപ്പി. അവളിങ്ങനെ ഇങ്ങനെ നിശബ്ദയോടെ നോക്കി നിന്നു. അത് നല്ല ഹാപ്പിയായിരുന്നു. ഷീ തോട്ട്. അവൾ ചിന്തിച്ചു. സ്ലോലി ഹെർ ആങ്കർ കൂൾ ഡൗൺ. പിന്നെ പതുക്കെ പതുക്കെ അവളുടെ ദേഷ്യമൊക്കെ തണുത്ത് വന്നു. ഷീ ഡ്രോപ്പ് ദ സ്റ്റോൺ ആൻഡ് സ്മൈൽഡ് അറ്റ് ദ ചിക്സ്. അവൾ താഴേക്ക് സ്റ്റോൺ ഇട്ടിട്ട് അവൾ ആ ചിക്സിനെ നോക്കി ചിരിച്ചു. ദ ഈവനിങ് സൺ സ്മൈൽഡ് ബാക്ക് ടു ഹെർ. അവൾ ചിരിക്കുന്നതോടൊപ്പം അവളുടെ ബാക്കിലിരുന്ന് ആരും ചിരിക്കുന്നുണ്ടായിരുന്നു. ദ ഈവനിങ് സൺ സ്മൈൽഡ്. അത് ഈവനിങ് സണ്ണും എന്ത് ചെയ്യുന്നുണ്ട്? സ്മൈൽ ചെയ്യുന്നുണ്ട്. ഇനി ഇതിലും താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് മക്കൾ വേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. വാട്ട് വാസ് മീര ഈറ്റിംഗ്? മീര എന്താണ് കഴിച്ചുകൊണ്ടിരുന്നത്? എന്താ കഴിച്ചുകൊണ്ടിരുന്നേ? ഈറ്റിംഗ് എ പീസ് ഓഫ് കേക്ക്. അപ്പൊ നമുക്ക് എന്ത് എഴുതണം? ആ പീസ് ഓഫ് കേക്ക് എന്ന് അവിടെ എഴുതണം. എ പീസ് ഓഫ് കേക്ക് അല്ലേ? എ പീസ് ഓഫ് കേക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് മീര ഫീൽ വെൻ ദ ക്രോ സ്നാച്ച്ഡ് ഹെർ കേക്ക്? ആ കാക്ക അവളുടെ കേക്ക് എടുത്തോണ്ട് പോയപ്പോ അവൾക്ക് എന്താ തോന്നിയത്? എന്താണ് ഫീൽ ചെയ്തത്? ഷീ ഫെൽറ്റ് സാഡ് ആൻഡ് ആംഗ്രി. അവൾക്ക് ദേഷ്യവും വന്നു സങ്കടവും വന്നു. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Where did മീര ഫൈൻഡ് ദ നെസ്റ്റ്? അവൾ എവിടെയാ കണ്ടത്? നെസ്റ്റ് കണ്ടത് എവിടെയാ? കൂട് കണ്ടത് എവിടെയാ കാക്കയുടെ? ഓൺ എ ട്രീ. ട്രീയുടെ മുകളിൽ അല്ലേ? ഓൺ എ ട്രീ. ട്രീയുടെ മുകളിലാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡിഡ് മീര ഡ്രോപ്പ് ദ സ്റ്റോൺ? എന്തുകൊണ്ടായിരിക്കും മീര കല്ല് താഴേക്ക് ഇട്ടത്? എന്തുകൊണ്ടായിരിക്കും? ഹെർ ആങ്കർ കൂൾ ഡൗൺ. ഒക്കെ ദേഷ്യമൊക്കെ പതിയെ പതിയെ തണുത്തു അല്ലേ? അപ്പൊ അവളുടെ കയ്യിലിരുന്ന കല്ല് താഴേക്ക് ഇട്ടു. ദിസ് സ്റ്റോറി ഈസ് അബൌട്ട്. ഈ സ്റ്റോറി എന്തിനെ കുറിച്ചുള്ളതാണ്? ഈറ്റിംഗ് എ കേക്ക്, ബീയിങ് കൈൻഡ് ഓഫ് അതേഴ്സ്, ത്രോയിങ് എ നെസ്റ്റ് ഡൗൺ, ക്യാച്ചിങ് ക്രോസ്. എന്താണ്? ബീയിങ് കൈൻഡ് ടു അതേഴ്സ്. മറ്റുള്ളവരോട് നമ്മൾ എപ്പോഴും കൈൻഡ് ഉള്ളവരാണ്, ദയുള്ളവരെ ആവണം. ബി ആണ് അതിൻ്റെ ഉദ്ദേശം. ഈ സ്റ്റോറി ബി ഓപ്ഷൻ സംബന്ധിച്ചുള്ളതാണ്. ബീയിങ് കൈൻഡ് ഓഫ് അതേഴ്സ്, കൈൻഡ് ടു അതേഴ്സ്. മൂന്നാമത്തെ ആക്ടിവിറ്റി റിഡിൽസ് ആണ്. ഹിയർ ഈസ് എ റിഡിൽ. ഫൈൻഡ് ദ ആൻസർ ആൻഡ് റൈറ്റ് ഇൻ ദ ഗിവൺ സ്പേസ്. തന്നിരിക്കുന്ന റിഡിൽ എന്ന് വെച്ചാൽ ഐ ലീവ് ഇൻ സീസ് ആൻഡ് ലേക്സ്. ഞാൻ സീയിലും ലേക്കിലും ജീവിക്കും. ഐ ലൈക്ക് ടു ഡൈവ് ആൻഡ് സ്വിം. എനിക്ക് ഡൈവ് ചെയ്യാനും സ്വിം ചെയ്യാനും ഇഷ്ടമാണ്. ഐ വിസിൽ, ഐ പ്ലേ, ഐ എം എ ഫ്രണ്ട് ഓഫ് ജൂലിയ. ഞാൻ വിസിലിടും കളിക്കും. ഞാൻ ആരാണ്? ഞാൻ ജൂലിയയുടെ ഫ്രണ്ടാണ് അല്ലേ? അപ്പോ ആരാണിത്? ഡോൾഫിൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ ഇതിന്റെ സ്റ്റോറി? ഓക്കെ. നെക്സ്റ്റ് കുറച്ച് ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അവരാരൊക്കെയാണെന്ന് നിങ്ങൾ റീഡിൽ ഇതുപോലെ എഴുതിയിട്ട് ഇതാരാന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ് വൺ ആരാണ്? ക്രോ ആണ് അല്ലേ? ഐ ലീവ് ഓൺ ട്രീ, ഐ ലൈക്ക് ടു ഫ്ലൈ, ഐ മേക്ക് സൗണ്ട്, ക്രോ ക്രോ. ആരായിരിക്കും ഇത്? ക്രോ തന്നെ അല്ലേ? ഇതാരാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആരാണ്? ഐ ലീവ് ഇൻ വാട്ടർ. എന്താണ്? ഞാൻ വെള്ളത്തിൽ ജീവിക്കുന്നത്. ഐ ഹാവ് ഫിൻസ്. എനിക്ക് എന്തുണ്ട്? ഫിൻസ് ഉണ്ട്. ഐ ക്യാൻ സ്വിം ഫാസ്റ്റ്. ഞാൻ ഫാസ്റ്റ് ആയിട്ട് സ്വിം ചെയ്യും. ഇതാരാണ്? വെയിൽ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ റിഡിൽസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ കോൺവെർസേഷൻ തയ്യാറാക്കാനാണ്. പ്രിൻസസ് ജൂലിയ ആൻഡ് ഹെർ ഫ്രണ്ട്സ് സോ എ ബോട്ട്മാൻ ഡംപിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ. പ്രിൻസസ് ജൂലിയയും അവളുടെ ഫ്രണ്ട്സും ഒരു ബോട്ട്മാന് കുറേ പ്ലാസ്റ്റിക് വേസ്റ്റ് സീയിൽ ഇടുന്നത് കണ്ടു അല്ലേ?
കടലിൽ കൊണ്ടുപോയി കളയുന്നത്, ഡംപ് ചെയ്യുന്നത് അവർ കണ്ടു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പ്രിൻസസ് ജൂലിയ ആൻഡ് ബോട്ട്മാൻ. ജൂലിയയും ബോട്ട്മാനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് 4th B ആണ്, പോസ്റ്റർ തയ്യാറാക്കാനാണ്. പ്രിൻസസ് ജൂലിയ ആൻഡ് ഹെർ ഫ്രണ്ട് ഡിസ്കസ് അബൌട്ട് പ്രൊട്ടക്ടിങ് ദ സീ. സീ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. They decide to place a poster on the seashore against the water pollution. Help them prepare a poster. ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇവിടെ ഡംപിങ് പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ എഴുതാം, എന്താണ്, ഡോൺ ഡംപ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ വാട്ടർ ബോഡീസ്, അല്ലെങ്കിൽ സീ ഓർ റിവർ. എന്താണ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും സീയിലോ അല്ലെങ്കിൽ റിവറിലോ എന്താ ചെയ്യരുത്, ഡംപ് ചെയ്യരുത്. പിന്നെന്താണ്, പ്രൊട്ടക്റ്റ് അവർ നേച്ചർ അല്ലേ, പ്രൊട്ടക്റ്റ് അവർ നേച്ചർ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പോസ്റ്റർ ഉണ്ടാക്കി എന്തെങ്കിലും ഒരു പിക്ചറും കൂടെ വരച്ചാൽ ഇത് പോസ്റ്ററായിട്ട് മാറും. ഇതുപോലെ പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ, ആഡ് മോർ ലൈൻസ്. വൺ ഡേ ദ ഫാദർ ക്രോ കെയിം ടു വിസിറ്റ് റോക്കി. ഒരു ദിവസം ഫാദർ ക്രോ എന്താണ്, റോക്കിനെ വിസിറ്റ് ചെയ്യാൻ വന്നു. ഹി ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ് ടു റോക്കി. സ്വയമായിട്ട് എന്ത് ചെയ്തു, റോക്കിനെ പരിചയപ്പെടുത്തുകയാണ്. ഐ ലൈക്ക് ഫ്ലൈയിങ് ദ സ്കൈ. ഞാൻ എന്ത് ചെയ്യുന്നു, സ്കൈയിൽ ഫ്ലൈ ചെയ്യുന്നു. ഐ ലൈക്ക് ഈറ്റിംഗ് ടൈനി ഫിഷ്. ഞാൻ കുഞ്ഞു കുഞ്ഞു ഫിഷിനെയൊക്കെ കഴിക്കും. ഐ ലൈക്ക് ക്ലീനിങ് ഓൾ അറൗണ്ട്. ഞാൻ എല്ലായിടവും ക്ലീൻ ചെയ്യും. ഐ ലൈക്ക് സീയിങ് കോ കോ കോ. ഞാൻ ഉണ്ടാക്കുന്ന സൗണ്ടാണ് എന്തെന്ന് പറയണത്, കോ കോ കോ. നിങ്ങൾക്ക് ഈ സംഭവം തന്നെ എന്തായിട്ട് ഇവിടെ റിഡിലിൽ എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. അതിൽ നോക്കിയിട്ട് ആ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഇവിടെ എഴുതാം, ഈ റിഡിൽ തന്നെ നമുക്ക് ഇതിലെടുത്ത് എഴുതാനാണ്. നൗ ഹെൽപ്പ് റോക്കി ടു ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ് ടു ദ ഫാദർ ക്രോ. ഇപ്പോൾ ക്രോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ് തന്നിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ റോക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് എഴുതുക. ഐ ലൈക്ക് സ്ലീപ്പിംഗ് അണ്ടർ ദ ട്രീസ്. ബാക്കി റോക്കിയുടെ ക്യാരക്ടർ വെച്ചിട്ട് അതേപോലെ ഇതുപോലെ ഒരു ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്, റോക്കി ഡോഗ് ആണല്ലേ, അപ്പൊ അവൻ എന്തായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഐ ലൈക്ക് ഈറ്റിംഗ്. അതിനെന്ത് കഴിക്കാനായിരിക്കും ഇഷ്ടം, ഐ ലൈക്ക് ഈറ്റിംഗ് ബോൺസ് അല്ലേ, എല്ലൊക്കെ കഴിക്കാനായിട്ട് അതിനായിരിക്കും അതിനിഷ്ടം. പിന്നെന്താണ്, പിന്നെന്താ ചെയ്യുന്നേ, ഐ ലൈക്ക് പ്രൊട്ടക്ട്, ഐ ലൈക്ക് പ്രൊട്ടക്ട് ഹോം ഹൗസ്. എന്ത് വേണമെങ്കിലും അല്ലേ, നമ്മുടെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളാണ് എന്ത്, റോക്കി എന്ന് പറയുന്നത്. പിന്നെയോ ഐ ലൈക്ക് സെയിങ്. ഇതിന്റെ സൗണ്ട് എങ്ങനെയാ, ഐ ലൈക്ക് സെയിങ് ഇങ്ങനെ പറയണേ, സെയിം ബൗ 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 ബൗ. അപ്പൊ ഇത് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് എഴുതാട്ടോ. ഇവിടെ ഐ ലൈക്ക് ഫ്ലൈയിങ് ഇൻ ദി സ്കൈ എന്ന് പറഞ്ഞുള്ള ഐ ലൈക്ക് സ്ലീപ്പിംഗ് അണ്ടർ ദ ട്രീ, ഐ ലൈക്ക് ഈറ്റിംഗ്. അതുപോലെ ഇതിന് എന്താണ് ഇഷ്ടപ്പെടുന്നത്, ഐ ലൈക്ക് ഈറ്റിംഗ്, എന്ത് കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ എന്താ ചെയ്യുന്നത്, ഐ ലൈക്ക് പുള്ളിയുടെ ഒരു ക്യാരക്ടർ എഴുതുക, എന്തെങ്കിലും ഇഷ്ടമുള്ളത്. പിന്നെ ഐ ലൈക്ക് സെയിങ്, അത് സൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ, ബൗ ബൗ എന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ എഴുതാം. ഇനി അടുത്തത് ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ്. താഴെ കൊടുത്തിരിക്കുന്നത് നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞതാണ്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട് അല്ലേ, ടോട്ടോ, ദൊറോത്തി, ഹെറാങ്ക് അല്ലേ, ഈ അവരുടെ പിക്ചേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഇവൻറ്റ്സ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ടോട്ടോയും ദൊറോത്തിയും കളിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, കാറ്റ് വീശുന്നു. അപ്പോൾ എന്താണ്, ഒരു പറന്ന് അല്ലേ, ഇലകളൊക്കെ പറന്നു പോകുന്നു. പിന്നെ അങ്കിള് വന്നത്, അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുടെയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.